മലപ്പുറത്തെ കുംഭമേള ഒരു രാഷ്ട്രീയ വിഷയമായി മാറുമോ? 2026 നിയമസഭയ്ക്ക് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു സമയത്താണ് ഇതൊരു വിവാദമായി മാറുന്നു. അതിനെ തടയാനായി പിണറായി സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു പ്രചരണം ഉണ്ടാകുന്നു. പിന്നീട് അതിൽ നിന്നും ഓടി ഒളിക്കുന്ന രീതിയിൽ ഈ കളക്ടർ തന്നെ അനുമതി നൽകുന്നു. എന്താണ് ഈ വിഷയം ഇത്ര വലിയ രീതിയിൽ ചർച്ചയാകുന്നത്? ഇതിനകത്തെ ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞത് UDF ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് UDF-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗും അൻവറും ഒക്കെ കൂടെയാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഏറ്റവും കണ്ണീരൊഴുക്കിയത് മുസ്ലിം ലീഗും അൻവറും ഒക്കെ കൂടെയാണ്. ആ മഹത്തായ ഒരു തൃശ്ശൂർ പൂരത്തിനെ കലക്കി CPM BJPക്ക് അടിയറ വെച്ച് കൊടുത്തു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഏതാണ്ട് വിധി വൈപരീത്യമാണോ അതോ ഇനി ആരുടെയെങ്കിലും വലിയ ബുദ്ധിയിൽ ഉദിച്ചതാണോ എന്നെനിക്കറിയില്ല. എന്തായാലും മലപ്പുറത്തെ തിരുനാവായിൽ മാമാങ്കം ഏതാണ്ട് പൂരത്തിനേക്കാൾ വലിയൊരു ആഘോഷമായിട്ട് കൂടാനായിട്ട് മഹോത്സവമായിട്ട് കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അലയൊലികൾ എവിടെ വരെ പോയി നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് കണ്ട് ചാടിക്കേറി മുസ്ലിം ഈ തൃശ്ശൂർ പൂരവുമായാണ് സാർ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കാനാണോ പിണറായിയുടെ ശ്രമമാണ്? അങ്ങനെ അല്ല, പിണറായിയുടെ ശ്രമം അതായിരുന്നില്ല. അവിടെ ഈ കുംഭമേളയെ അല്ലെങ്കിൽ തിരുനാവായിലെ മാമാങ്കത്തെ തടുത്തത് അല്ലെങ്കിൽ തടുക്കാൻ നിന്നത് ഞാനാണെന്നൊരു പേര് വരുത്താനായിട്ടാണ് അവിടുന്ന് ഒരു വില്ലേജ് ഓഫീസറെ വിട്ട് ഒരു നോട്ടീസ് കൊടുത്തത്, സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞപ്പം സ്റ്റോപ്പ് മെമ്മോ എവിടെയോ തെറിച്ചു പോയി. കാരണം ഹിമാലയം മുതലുള്ള സന്യാസിമാരെല്ലാം തിരുനാവായിലേക്ക് വരുന്നു എന്നറിഞ്ഞതും സ്റ്റോപ്പ് മെമ്മോ എവിടെ പോയെന്ന് അറിയില്ല. കാരണം ഇത് വീണ്ടും വേറൊരു രാമജന്മഭൂമിയായിട്ട് മാറുമോ എന്ന് വരെ ഭയക്കുന്ന വിധത്തിൽ CPM-നെ ഉൾക്കിടിലം കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ഉടൻ തന്നെ ഇത് പിന്മാറാനുള്ള കാരണം. ഇത് നിസ്സാരമായിട്ട് പോകുന്ന ലക്ഷണമല്ല. ഇതിപ്പോൾ ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുന്ന ഈ മഹോത്സവത്തിൻ്റെ പൂജാ നടപടികൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഹൈലൈറ്റിൽ കുറേ ദിവസങ്ങൾ നിൽക്കാൻ പോവുകയാണ്. ഏതാണ്ട് തെക്കേ ഇന്ത്യയിൽ ഒരു മഹാകുംഭമേളയായിട്ട് ഇത് മാറുന്ന ലക്ഷണമാണ്. ഇനി എല്ലാ വർഷവും ഇതുപോലെ ആചരിക്കാനുമാണ് പരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ സാമൂഹിക പ്രാധാന്യം, അതുപോലെ തന്നെ റിലീജിയസ് പ്രാധാന്യം മാത്രമല്ല, ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടെ കൈവന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഒരു വലിയ പൂരം അരങ്ങേറുന്നു. ഇത് നൂറ്റാണ്ടുകളായി നടന്നിരുന്ന ആ മഹോത്സവത്തിന് പിന്നെ ആർക്കും തള്ളി പറയാനും പറ്റില്ല. കാരണം ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്, ഇത് വർഗീയത ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പോലും പറ്റില്ല. കാരണം അവിടെ സാമൂതിരിയുടെ കാലഘട്ടം മുതൽ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഒന്നിച്ച് നടത്തിയിരുന്ന ആഘോഷമാണ് ഈ മാമാങ്കം. അതുകൊണ്ട് ആർക്കും എതിര് പറയാൻ പറ്റില്ല. പിന്നെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് കലക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ആഘോഷം ഏതാണ്ടൊരു ചരിത്ര പ്രസിദ്ധമായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി കാണേണ്ടതായിട്ട് ഉണ്ട്. ഈ പലരും സൂചിപ്പിക്കുന്നത് ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഹൈന്ദവ ഐക്യം ഉണർത്താനുള്ള ഒരു ഐക്യമുണ്ടാക്കി അവർക്ക് മുന്നേറാനുള്ള ഒരു ശ്രമമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ നടത്തുന്ന ഏതെങ്കിലും ശ്രമങ്ങൾ, ഈ ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏതെങ്കിലും ആചാരങ്ങളോ അല്ലെങ്കിൽ പഴയ ഉത്സവങ്ങളോ ക്ഷേത്രങ്ങളോ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കുന്നതാണ് ഇത് അവർക്ക് മരുന്നായി മാറുന്നത്. പലപ്പോഴും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ അവരെടുക്കുന്ന ഒരു വിഷയം വിജയിക്കുന്നതല്ല. അവരതിനെ ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനോ അവർ ശ്രമിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ നവോത്ഥാനം ആവശ്യമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കേരളത്തിൽ അത്തരത്തിലൊരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരിക്കും. കാരണം ഏതാണ്ട് 57 മുതൽ തന്നെ, അല്ലെ 57 എന്നല്ല, ശരിക്കും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലം മുതൽ തന്നെ ഹിന്ദുക്കൾക്കെതിരെ ഒരു നീക്കം കേരളത്തിൽ നടന്നു വരുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വതന്ത്ര ഭാരതത്തിലും ഇത് നടന്നു വരികയായിരുന്നു. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലേക്കും കടന്ന് വന്നിരുന്ന ആ ഒരു പ്രക്രിയയാണ്. അത് ഇപ്പോൾ വലിയ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഹിന്ദു എന്ന് പറയുന്നതോ ഹിന്ദു എന്ന വാക്കുച്ചരിക്കുന്നത് പോലും ഏതാണ്ട് വർഗീയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക്
അതിനെ ഒന്ന് മാറ്റിമറിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഞാൻ ഹിന്ദുവാണെന്നോ എനിക്കൊരു ക്ഷേത്രമുണ്ടെന്നോ അവിടെ എനിക്കൊരു ഉത്സവമുണ്ടെന്നോ ആ ഉത്സവം എനിക്ക് ആചാരപ്രകാരം നടത്തണമെന്നോ പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നവർ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിക്കപ്പെടുന്നു. അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള പോലെ അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചത്, ഇനി കണ്ടുപിടിക്കാത്ത നിരവധി കൊള്ളകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊള്ളകളൊക്കെ കണ്ടുപിടിച്ചാൽ എവിടെ പോയി നിൽക്കും? അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം, അവരുടെ ആചാരങ്ങളുടെ സംരക്ഷണമൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഹൈന്ദവ സംഘടനകളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. ഈ കൊള്ളയടിച്ചെന്ന് പറയുമ്പോൾ പുറത്തുള്ള മതക്കാരില്ലല്ലോ, ഈ തന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൊള്ളയടിച്ചിരിക്കുന്നു. അല്ല, അതാണല്ലോ ഇപ്പോൾ പിന്നെ മതം വ്യത്യസ്തമല്ല. മതം വ്യത്യസ്തമായിരുന്നെങ്കിൽ ഇവിടെ വർഗീയ കലാപം വരെ നടന്നേനെ. പക്ഷേ ഇത് ഹൈന്ദവരിൽ നമ്മൾ ഇപ്പോൾ ഹിന്ദുക്കൾ 51% ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഏതാണ്ട് പകുതിയോളം മറ്റ് വിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരാണെന്ന് നമ്മൾ കണ്ടല്ലോ. CPM നിൽക്കുന്നവർ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിഷേധികളോ, ഹിന്ദു നിഷേധികളോ ആക്കി മാറ്റാനാണ് അവർ കാലാകാലങ്ങളിൽ ശ്രമിച്ചിരുന്നത്. നമുക്കറിയാമല്ലോ, ഏറ്റവും ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു ദൈവത്തിൻ്റെ പ്രതീകമാണ്. ആ പ്രതീകം തന്നെ വാളെടുത്ത് നെറ്റിക്കടിച്ച് തലയ്ക്കടിച്ച് ചോര വന്ന് അത് വിഗ്രഹത്തിലേക്ക് തുപ്പുന്നത് വരെ ആണ് യഥാർത്ഥ ഹിന്ദുത്വം, അങ്ങനെയാണ് മതേതരത്വം കീപ്പ് ചെയ്യേണ്ടത്, ഹിന്ദു അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള MD പറഞ്ഞ കഥ പോലും അതല്ല. MD പറഞ്ഞ കഥയിൽ ശരിക്കും വരുന്നത് ഇയാളിതിന് മുതിരുന്നത്, ഈ വെളിച്ചപ്പാട് ഇതിന് മുതിരുന്നത് ഒരു അന്യമതസ്ഥൻ തൻ്റെ ഭാര്യയെ പീഡിപ്പിച്ച സന്ദർഭത്തിലാണ്. ആ കഥ അതുപോലും ആരും വെളിവിടുന്നില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ തുടക്കം എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അയാൾ ആ ആളിനോട് ഈ വാളെടുത്ത് നിഷേധിക്കാൻ, അയാളെ വെട്ടിക്കൊല്ലാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഭീരുത്വത്തിലേക്ക് ഹിന്ദുക്കൾ മാറിയതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അയാൾ സ്വയം വെട്ടി ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിക്കുന്ന പോലെ നിന്നത്, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധം അപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിൽ പോയി അറിയിച്ചത് ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്നത് ആ കഥയെ തിരിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഹിന്ദുവിൻ്റെ വിഗ്രഹത്തിനെ തുപ്പുന്നു എന്നുള്ളതാണ്. ആ ചോര വന്നപ്പോൾ ഫു എന്നാക്കിയതിനെയാണ് പറയുന്നത്. മനസ്സിലായി? അത് പ്രതിഷേധത്തിൻ്റെയാണ്. എനിക്ക് ശക്തിയില്ല, എനിക്കിവിടെ നിലനിൽക്കാൻ ശക്തിയില്ല എന്നുള്ള ഒരു സ്റ്റോറിയാണത്. ആ സ്റ്റോറിയെ എന്ത് ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. ഹിന്ദുവിൻ്റെ വിഗ്രഹത്തിന് ദേവപ്രതിഷ്ഠയെ തുപ്പുന്നു എന്നുള്ളതാക്കി മാറ്റിയില്ലേ? അപ്പം അതിൻ്റെ കഥ മുഴുവൻ നമ്മൾ നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അയാളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. എനിക്ക് യാതൊന്ന് ഒരാളിനെ വെട്ടിക്കൊന്നാൻ കൊല്ലാമെന്നുണ്ട് പുള്ളിക്ക്, പക്ഷെ പുള്ളി നിസ്സഹായനാണ്. അതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ആ അവസ്ഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. ഏത് കാര്യം എടുത്താലും നിങ്ങളങ്ങനെ നോക്കാം. പൂരമെടുത്താലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മഹാകുംഭമേള എടുത്താലും തിരുനാവായ എടുത്താലും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നത് ഇത്തരത്തിലൊരു അടിച്ചമർത്തൽ ഇവിടെ ഹിന്ദുവിൻ്റെ പേരിലുണ്ട്. ഹിന്ദു എന്ന വാക്ക് പോലും വർഗീയമാണ്. അവിടെ നിന്നൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ മാറ്റങ്ങൾക്കാണ് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും പുതിയ തലമുറയിൽ അത് വളരെയധികം നിഴലിക്കുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പം ക്രിസ്ത്യാനിക്ക് എന്ത് ആചാരവും ചെയ്യാം, മുസ്ലിമിന് എന്ത് ആചാരവും ചെയ്യാം. ഈവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ പോലും നിസ്കരിക്കാനുള്ള പന്തൽ വരെ അവർ കെട്ടിക്കൊടുക്കും. പക്ഷേ ഹിന്ദു ക്ഷേത്രത്തിൽ പോയാൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ്. പിന്നെ അവർ ചെയ്തത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ RSSകാർ വരാതിരിക്കാൻ ആ കമ്മിറ്റികൾ പിടിച്ചടക്കി. പക്ഷേ കമ്മിറ്റികൾ പിടിച്ചടക്കിയപ്പോൾ സ്വർണം ഉൾപ്പെടെ അതിൻ്റെ സ്വത്തുക്കൾ പിടിച്ചടക്കിക്കൊണ്ടു പോകുന്നു എന്ന് പരാതി മറ്റുള്ളവർക്ക് പറയേണ്ട സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു വലിയ വിപത്തിൽ അവർ ചെന്ന് പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു വിപത്തിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി കാലാകാലങ്ങളിൽ കൂടുതൽ ശക്തമായി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ന്യൂട്രാലിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാലിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ സൂക്ഷിച്ച് കേരളത്തിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവിടെ വലിയ വർഗീയ ധ്രുവീകരണം തന്നെ സംഭവിക്കും. അതിനുള്ള പോക്ക് വരുന്നതിന് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെങ്കിലും മിനിമം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം പ്രധാന കാരണമായിട്ടുണ്ട്. ഹിന്ദുവിനെ ചവിട്ടി മെതിക്കാം എന്നുള്ളത്. ഹിന്ദുവിനെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ 40 400 വിഭജിക്കാം. നായർ മുതൽ നായാടി വരെയോ, നായർ മുതൽ അതിൻ്റെ ഉപവിഭാഗങ്ങൾ വരുന്നതോ ഒക്കെ ചേർന്ന് വർഗീയ ജാതി പാർട്ടികളും ജാതി സംഘടനകളും ഉണ്ടാക്കാം. പക്ഷേ ഹിന്ദു എന്ന പേരിൽ ഒന്നിക്കാൻ പാടില്ല എന്ന ഒരു മുദ്രാവാക്യം, ഒരു നെറേറ്റീവ് ഇവിടെ നിലനിൽപ്പുണ്ട്.
ആ നിലനിൽക്കുന്ന നറേറ്റീവ് കുറേ വർഷങ്ങളായിട്ട് പറയാൻ ആളില്ലായിരുന്നു. പക്ഷേ ഇപ്പം BJP മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം അത് അവർ വ്യക്തമായി ജനങ്ങളുടെ മുമ്പേ പറയുന്നുണ്ട്. അതോട് ചേർന്ന് പല ഹൈന്ദവ സംഘടനകളും അത്തരം കാര്യങ്ങൾ പറയാനും അവരുടെ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു.